ഹലോ നമസ്കാരം എല്ലാവർക്കും. നമ്മളിപ്പോൾ ഉള്ളത് ട്രെയിനിലാണ്, ചെറിയൊരു യാത്രയിലാണ്. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മൾ ചൊവ്വാഴ്ച പുറപ്പെട്ടതാണ്. ചൊവ്വാഴ്ച 5:30 6 മണിക്ക് ട്രെയിൻ വരുമ്പോൾ 5:30 ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. മംഗള ലക്ഷദ്വീപിലാണ് ഇപ്പോൾ ഉള്ളത്. മഹാരാഷ്ട്രക്ക് പോവാണ്. അവിടെ നമുക്ക് കുറച്ച് മാർക്കറ്റുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അത് കഴിഞ്ഞ് ഗുജറാത്ത് പോകണം, അവിടെയും കുറച്ച് മാർക്കറ്റുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. ഇതിന് മംഗള ലക്ഷദ്വീപ് നമ്മൾ സ്ലീപ്പറാണ് ടിക്കറ്റ് എടുത്തത്. മംഗള ലക്ഷദ്വീപിന് 615 ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. കുറച്ച് സ്ലോ ആണ്, എന്നാലും കുഴപ്പമില്ല. ചെറിയൊരു ഫെയറിൽ നിങ്ങൾക്ക് പോയിട്ട് മഹാരാഷ്ട്രയിൽ പോയിട്ട് സാധനമൊക്കെ എടുത്ത് വരാനൊക്കെ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു യാത്രയിൽ നമ്മൾ കുറച്ച് ട്രാവൽ വ്ളോഗ് കൂടി ആഡ് ചെയ്യും. ഞാനത് കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വെറും ഹോൾസെയിൽ മാർക്കറ്റ് എക്സ്പ്ലോറിങ് മാത്രമായിട്ട് ഒരിക്കലും നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ലൈഫ് സ്റ്റൈൽ വ്ളോഗും പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ട്രാവൽ വ്ളോഗ് പ്ലസ് ഹോൾസെയിൽ മാർക്കറ്റ് എക്സ്പ്ലോറിങ്. ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ഞാൻ കൂടുതലും സ്പോർട്സാണ് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതെങ്ങനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന അറിയില്ല. നിങ്ങളെന്തായാലും വീഡിയോയുടെ കമൻറ്റ് ചെയ്യാം. ഈ യാത്രയിൽ നമ്മളെ കൂടെ ഒരാൾ കൂടി ഉണ്ട്, കമ്പനിക്കാരനാണ് ഫായിസ്. ആരുമില്ല സ്ലീപ്പറിൽ, ഇതിൽ ബെർത്തിലൊന്നും ആരുമില്ല, കാലിയാണ്. ഏതാണ്ടൊക്കെ കാലിയായി ഉണ്ടല്ലേ. ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാനും ഫായിസും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ പറ്റുമെങ്കിൽ ഒന്ന് കുളു മണാലി അല്ലേ ഫൈസ, പിന്നൊന്ന് കാശ്മീർ. ഉറപ്പില്ല എന്താ അവസ്ഥ എന്നൊക്കെ നോക്കിയിട്ട്. ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആണെങ്കിൽ മാത്രം അല്ലേ ഫൈസ, മാക്സിമം കളറാക്കാൻ നോക്കും ഈ ഒരു വ്ളോഗ്. നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യാം. ട്രാവൽ വ്ളോഗ് ഇതുവരെ നമ്മളെ ചാനലിൽ കൂടുതലായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്തായാലും നിങ്ങൾ വീഡിയോയുടേതായ കമൻറ്റ് ചെയ്യുക. കാരണം ട്രാവൽ വ്ളോഗ് ചെയ്ത് അത്ര വലിയ പരിചയമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാണ്ട് നിൽക്കില്ല. ഫാൾട്ടുകളൊക്കെ നിങ്ങൾ എന്തായാലും വീഡിയോയുടേതായ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. പിന്നെ മാർക്കറ്റ് എക്സ്പ്ലോറിങ്ങിൽ തന്നെ ഏതൊക്കെ മേഖലകൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. നമ്മൾ കൂടുതലും കുറേ വീഡിയോസിൽ ഡ്രസ്സിൻ്റെത് മാത്രമായി പോയിട്ടുണ്ട്. ഇനി ഏതൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ വീഡിയോയുടേതായി കമൻറ്റ് ചെയ്യുക. പൻവേയിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. പൻവേയിലേക്ക് കോഴിക്കോട് നിന്ന് 615 രൂപ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ച 6 മണിക്കാണ് നമ്മൾ കയറിയത്. തൊട്ടടുത്ത ദിവസം ബുധനാഴ്ച ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക്, ഇന്ന് ബുധനാഴ്ചയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ബുധനാഴ്ച ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തും. ഉച്ച എന്നുള്ള 12:30 ട്രെയിൻ ഇവർ ടൈം പറഞ്ഞത്. അത് ചിലപ്പോൾ ഒരു 1:30-2 മണിയാവും. നമ്മളങ്ങനെ രത്നഗിരി സ്റ്റേഷനിലെത്തി. ഇനിയുണ്ട് ഇവിടുന്ന് ഒരു 4-5 മണിക്കൂർ. കുറച്ച് പഴയ സ്റ്റേഷനാണ്. മംഗള എക്സ്പ്രസ് ഒരു പ്രത്യേക സുഖമല്ലേ കേൾക്കാൻ. ട്രെയിനത് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഫുഡൊക്കെ ഉണ്ട്. കൊറോണൻ്റെ പ്രശ്നമായിട്ട് ഫുഡിന് മുട്ടൊന്നുമില്ല. ട്രെയിനിൽ ഫുഡൊക്കെ കിട്ടുന്നുണ്ട്. വടാപ്പം, നെയ്യാപ്പം എല്ലാം ഉണ്ട് കേട്ടോ. ടീംസൊക്കെ ട്രെയിനിൽ പെടുത്താലോ, ഉള്ളിലേക്ക് കയറല്ലേ. इधर नाश्ते में मिलता नहीं ना कचौरी, आइटम आता है। कल समोसे आते हैं, कल समोसा आते हैं, आज ये आएगा, लंच आएगा सीधा 60। बड़ा पाव, गरम बड़ा पाव खाने के लिए। ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ.
കുഴപ്പമില്ല, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. 30 റുപ്യ ഇത് ഒരു പ്ലേറ്റിന് 30 റുപ്യ, 30 റുപ്പീസ്. എൻ്റെ മുളകും തന്നെ എക്സ്ട്രാ. എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ. കഴിക്കല് ഷൂട്ട് ചെയ്യല് രണ്ടും ഒരുമിച്ച് അടക്കലല്ലേ. മഞ്ഞ്, നല്ല അടിപൊളി മഞ്ഞ് കണ്ടോ. നമ്മളങ്ങനെ ചിപ്ലൂണിലെത്തി. ഇവിടുന്ന് ഉണ്ടിനി കുറച്ച് റണ്ണിങ് ഉണ്ട്. ചിപ്ലൂൺ സ്റ്റേഷൻ. ഇനിയുണ്ട് കുറേ ഓടാൻ. ഓൾമോസ്റ്റ് ഒരു 19 മണിക്കൂർ കോഴിക്കോട് നിന്ന് പൻവേലിലേക്ക് 19 മണിക്കൂർ. ഈ മംഗള ലക്ഷദ്വീപിലാണ്. അതിലും കുറച്ച് റണ്ണിങ്ങുകളുണ്ട്. AC ട്രെയിനൊക്കെ ആണെങ്കിൽ റണ്ണിങ് ടൈം കുറയും. 16 മണിക്കൂറിലെ ട്രെയിൻ.
സമയം 10:30 11 മണിയോടുകൂടി അടുത്ത്. നമ്മളെ നാട്ടിലതേ പാടങ്ങളും മലകളും തെങ്ങൊക്കെ ഉണ്ടല്ലോ. മഹാരാഷ്ട്രയിലാണ് കേട്ടോ നമ്മളുള്ളതിപ്പോൾ. നല്ല പാടങ്ങൾ, മലകൾ, തെങ്ങുണ്ട്, അത്യാവശ്യം തെങ്ങൊക്കെ ഉണ്ട്. ഇനിയുണ്ടൊരു 1 മണിക്ക് നമ്മളവിടെ എത്തുന്ന പ്രതീക്ഷിക്കുന്നു. ലേറ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ 2-2:30 ആവും. നമ്മളിവിടുന്ന് ഫസ്റ്റ് പനവേലാണ് ഇറങ്ങുന്നത്. പനവേൽ ഇറങ്ങിയിട്ട് അവിടുന്ന് നമുക്ക് മലാടേക്കാണ് പോകേണ്ടത്. അടിപൊളി. ട്രെയിൻ ഇറങ്ങി ഭക്ഷണം കഴിച്ചതായി ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഇനി നമുക്ക് ഇവിടുന്ന് മലാടേക്ക് പോകണം. മലാട് പോയിട്ട് ഞാൻ അവിടെ കുറച്ച് മാർക്കറ്റുകളും കുറച്ച് ഷോപ്പുകളൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് അഹമ്മദാബാദിലേക്ക് പോകണം. അവിടെയും കുറച്ച് മാർക്കറ്റുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. അവിടുന്ന് മലാടേക്ക് നമുക്ക് ബസ്സിന് പോകണം. ഇവിടുത്തെ ഇതൊക്കെ ഉണ്ടല്ലോ, ടാക്സികൾ ഇങ്ങനെ നിരന്നൊക്കെയുണ്ട്. ഈ ബ്രിഡ്ജ് കണ്ടില്ല, വലിയ ബ്രിഡ്ജ്. ഇതിലല്ലേ ഇറങ്ങിയത്? ഇതിലല്ലേ? ഇതിവിടുത്തെ ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്. പൻവേൽ സ്റ്റേഷൻ ഇറങ്ങി അതിൻ്റെ ബാക്കിൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി പുറകോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡാണ്, ചെറിയ ബസ് സ്റ്റാൻഡാണ്. ഇവിടുന്ന് മലാടേക്ക് പോകണം. ആരോട് ചോദിക്കാം? ഇവരോട് ചോദിക്കും അല്ലേ? എൻക്വയറി അല്ലേ? എൻക്വയറി ചോദിക്കും. इधर मलाड जाने के लिए गाड़ी इधर पास कब तक मिलता है जी? पास കുറേ നേരമായി കാത്തിക്കുന്നത്. ബസ് ഇതുവരെ വന്നില്ല. ഇന്ന് ബൊരിവാളി എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് മലാട് അടുത്താണ്. പിന്നെ മലാടേക്ക് ഓട്ടോവിന് പോകാനേ ഉള്ളൂ. ഫുഡ് കഴിച്ച് വന്ന് വെയിറ്റോട് വെയിറ്റ് കാത്തിരിപ്പിൻ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്.
KSRTC അവിടുത്തെ ഒരു ബസ്. പറ്റുകയാണെങ്കിൽ ഒന്ന് ഡൽഹി കുളു മണാലി പറ്റുകയാണെങ്കിൽ എന്ന് പറയാൻ കാരണം നമ്മളിപ്പം മാർക്കറ്റ് എക്സ്പ്ലോറിങ്ങിന് തന്നെ സമയം കിട്ടുമെന്നുള്ള അറിയില്ല. ഒരു 10 ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ മലാട് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാം. ഓഹോ 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 ഒരു പാലൊക്കെ നല്ല മെട്രോ ഉണ്ടല്ലോ. ഇല്ല മെട്രോ അല്ലല്ലോ, വലിയ അവിടേക്ക് ഒത്തിരി രീതി പോകുന്നുണ്ടല്ലോ. മെട്രോ എന്നാ നമ്മളങ്ങനെ ഒരു 2 മണിക്കൂറോളം ആ ഒരു എന്താ പറയുക നമ്മൾ പഴയ KSRTC
അങ്ങനെയുള്ളൊരു ബസ്. അതിലിരുന്ന് മടുത്ത് അങ്ങനെ ഇവിടെ ഇറങ്ങി. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് മലാഡിലേക്ക് പോകണം. മലാഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. അവിടെ കുറേ ഷോപ്പുകളുണ്ട്. അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ കണ്ടാരഘട്ടമായി ഞങ്ങളിത് അങ്ങനെ ഇന്ത്യയിലെ ധാരാവി അത് ഒരു സ്ഥലമല്ലാതെ പൻവേലിൽ നിന്ന് നമുക്ക് ഇവിടേക്ക് മലാടി നമ്മൾ പറഞ്ഞ മസറിയില്ല അവിടേക്ക് രണ്ടാൾക്ക് 170 രൂപ കേട്ടോ. അതായത് റോഡൊക്കെ കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു ചാനലിൽ ഹോൾസെയിൽ മാർക്കറ്റ് എക്സ്പ്ലോർ മാത്രമല്ല ട്രാവൽ വീഡിയോസ് കൂടി ആഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഹോൾസെയിൽ മാർക്കറ്റ് എക്സ്പ്ലോർ മാത്രമായിട്ട് നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. കാരണം ട്രാവൽ വീഡിയോ ചെയ്ത് നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ പെട്ടെന്ന് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ശരി. അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അല്ലേ ആയിഷ? യെസ്. ഓക്കെ, ബൈ.